സാറെന്താ ഇവിടെ? കുളിക്കടവിൽ സാർ കുളിക്കാറേ ഇല്ലല്ലോ. ഞാൻ കുളിക്കാമെന്നല്ല, നിന്നെ സ്വൈര്യമായിട്ടൊന്ന് കാണാമെന്നതാ. ഇവിടെയോ? അതെ, കൊട്ടാരത്തിൽ നമുക്ക് 100 കണ്ണുകളാ. അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും സംശയങ്ങൾക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ. എൻ്റെ അശ്വതിയുടെ സ്ഥാനത്തേക്ക് എൻ്റെ അമ്മമ്മോളുടെ അമ്മയായി ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. എന്താ ഇന്ദുവിന് ഇഷ്ടക്കുറവ് എന്തെങ്കിലും? എന്റെ അമ്മമ്മോളുടെ അമ്മയായി, അങ്ങയുടെ ഭാര്യയായി ഈ കൊട്ടാരത്തിൽ ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യ. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ലക്ഷ്മീപുരം നാട്ടുരാജ്യത്തിലെ പടനായകനായിരുന്ന ചന്ദ്രചൂഡനും ഭാര്യ ഇന്ദുമതിയുമാണ്. ഇവരുടെ പുനർജന്മമാണ് വിനോദവർമ്മയും വേലക്കാരിയായി നിങ്ങളുടെ കൊട്ടാരത്തിൽ കടന്നുകൂടിയ ഇന്ദു ശങ്കരപ്പിള്ളയുടെ മകളായി ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ ദേഹത്ത് 175 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇന്ദുമതിയുടെ ദുരാത്മാവ് കടന്നുകൂടിയിരിക്കുകയാണ്. പ്രതികാരത്തിന്. അപ്പോ വിനോദവർമ്മയും ദുരാത്മാവാണ്? എല്ലാ പുനർജന്മങ്ങളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. വിനോദവർമ്മ ചന്ദ്രചൂഡന്റെ രൂപത്തിൽ പുനർജനിച്ചു എന്ന് പറഞ്ഞു. അയാൾക്ക് മുജ്ജന്മത്തിൽ ആരായിരുന്നു ഓർമ്മയില്ല. നമുക്കെല്ലാവർക്കും മുജ്ജന്മമുണ്ട്, പക്ഷെ ഓർമ്മയില്ലല്ലോ. താൻ മുജ്ജന്മത്തിൽ ആരായിരുന്നു ഞാൻ നോക്കി പറഞ്ഞിട്ടില്ലേ? ഇയാളുടെ ആദ്യത്തെ മനുഷ്യജന്മമാണിത്. മുജ്ജന്മത്തിൽ അട്ടയായിരുന്നു. മഹേന്ദ്രന് മുജ്ജന്മത്തെക്കുറിച്ച് ഓർമ്മയൊന്നുമില്ലല്ലോ. ഇല്ല. വിനോദിനെ പോലെ തന്നെയാണ് തൻ്റെ ജന്മം. താൻ ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ മാനവേദവർമ്മയുടെ പുനർജന്മമാണ്. 175 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവർ പുനർജനിക്കാൻ ഇത്രയും താമസിച്ചെന്താ തിരുമേനി? അങ്ങനെയാണ് വിധി. അഹല്യ മോക്ഷം കിട്ടാതെ യുഗങ്ങളോളം കല്ലായി കിടന്നില്ലേ? ശ്രീരാമന്റെ വരവും കാത്ത് ഇവിടെ ഇന്ദുമതിയും മകളും 175 വർഷം കാത്തിരുന്നു മാനവേദന്റെ പുനർജന്മത്തിനായി. അപ്പൊ അമ്മക്കുട്ടിയും ദുരാത്മാവ് തന്നെയാ അല്ലേ? സംശയമുണ്ടോ? ദുരാത്മാവിനെ ഒഴിപ്പിച്ചാൽ അവൾ സാധാരണ ഒഴിയാണ്. പക്ഷെ അങ്ങനെ ഒഴിയില്ല. പ്രതികാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ നാട് തന്നെ നശിപ്പിച്ചു. അത്ര ശക്തരാണ്. ഇതുവരെ കേട്ടുകേൾവി പോലില്ലാത്ത അത്ഭുതമാണിത്. പുനർജന്മങ്ങളുടെ ഒരു മഹാസംഗമമാണ് കൊട്ടാരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അമ്മുക്കുട്ടിയുടെ അമ്മ അശ്വതിയോടാണ് ആദ്യം പ്രതികാരം ആരംഭിച്ചത്. അവളായിരുന്നല്ലോ ഇന്ദുമതിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന രാജകുമാരി. ചരിത്രവുമായി സ്വല്പം ബന്ധപ്പെട്ട കഥയാണ്. ടിപ്പു സുൽത്താൻ കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിക്കുന്ന കാലം. ചന്ദ്രചൂഡന്റെ വാളും പരിചയ ശക്തിയും ഒന്നും ടിപ്പുവിന്റെ പീരങ്കിക്ക് മുമ്പിൽ ജയിക്കില്ലെന്ന് ബോധ്യമായപ്പോൾ മാനവേദവർമ്മ ബ്രിട്ടീഷ് പ്രഭുവിന്റെ കാൽക്കൽ വീണു. നമ്മുടെ രാജാക്കന്മാരെ വിഡ്ഢിവേഷം കെട്ടിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നല്ല മിടുക്കായിരുന്നല്ലോ. ടിപ്പുവിന്റെ ആക്രമണത്തിൽ നിന്നും തന്റെ അധികാരവും ജീവനും രക്ഷിച്ചാൽ എന്തു വേണമെങ്കിലും നൽകാം എന്ന് മാനവേദൻ പറഞ്ഞപ്പോൾ നാളുകളായി തന്റെ മനസ്സിൽ സൂക്ഷിച്ച ഒരു മോഹം സാക്ഷാത്കരിച്ചു കിട്ടണം എന്ന് പ്രഭു ആവശ്യപ്പെട്ടു. അത്
മറ്റൊന്നുമായിരുന്നില്ല. രാജ്യത്തെക്കാളും രത്നങ്ങളെക്കാളും വിലപിടിപ്പുള്ളതായി താൻ കരുതുന്ന ഇന്ദുമതിയെ, ചന്ദ്രചൂഡന്റെ അതിസുന്ദരിയായ പത്നിയെ. എന്ത് കുതന്ത്രം ഉപയോഗിച്ചും പ്രഭുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് മാനവേദവർമ്മ വാക്കുകൊടുത്തു. വരിക വരിക, ലക്ഷ്മീപുരത്തിന്റെ വീരനായ പടനായകന് സ്വാഗതം. മുഖം കാണിക്കണമെന്ന് അറിയിപ്പ് കിട്ടി. എപ്പോഴും ഈ മുഖം കാണുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പൊ വിളിപ്പിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. സാമൂതിരി കോവിലകത്തേക്ക് ഒരു ദൂതുമായി ചന്ദ്രചൂഡൻ ഉടൻ പുറപ്പെടണം. നാളെ പുലർച്ചയ്ക്ക് പുറപ്പെട്ടാൽ മതിയാകുമോ? എന്തുപറ്റി? ഇന്ന് മകളുടെ 4ാം പിറന്നാളാണ്. ദീപാരാധന തൊഴാൻ മോളുമൊത്ത് കാവിൽ പോകാമെന്ന് കരുതി. കുടുംബകാര്യങ്ങളെക്കാൾ വലുതല്ലേ രാജ്യസേവനം? ചന്ദ്രചൂഡൻ ഉടൻ പുറപ്പെടുക, അതാണ് ഉത്തമം. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. ഞാൻ പിണക്കം അച്ഛനോട്. വൈകിട്ട് ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ എന്നോട് പറഞ്ഞതാ അച്ഛൻ. മോളുടെ അച്ഛൻ ഈ രാജ്യത്തിന്റെ പടനായകനാ. രാജാവ് പറഞ്ഞു പോവാതിരിക്കാൻ പറ്റുമോ? അയ്യോ, രാജകുമാരി എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിത്? എന്താ, എനിക്കിവിടെ വന്നൂടെ? ഞാൻ രാജകുമാരി മാത്രല്ലല്ലോ, നിന്റെ കളിത്തോടി കൂടിയല്ലേ. നിന്നെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ അച്ഛന്റെ കൽപ്പനയുണ്ട്. എന്നെയും കൂട്ടിയോ? എന്താ വിശേഷം? അതൊന്നും പറഞ്ഞില്ല. ഓ, അദ്ദേഹം അവിടെ ഇല്ല. അറിയാം, അതല്ലേ എന്നെ തന്നെ വിട്ടത്. എങ്കിൽ മോളോട് പോന്നോളൂ. Marvelous, beautiful, fantastic. Indumati, you are like a flower. ഒരു വിദേശിയുടെ മുന്നിൽ വെച്ച് അങ്ങിന്റെ മാനം കളയരുത്. ഇന്ദുമതി, ക്ഷോഭിക്കരുത്. പറഞ്ഞതെല്ലാം നീ കേട്ടതല്ലേ. നമ്മുടെ രാജ്യത്തിന്റെ മാനം കാക്കാൻ നീ ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. പേടിക്കണ്ട, മറ്റാരും ഇതറിയില്ല. ചന്ദ്രചൂഡൻ തിരിച്ചു വരുമ്പോൾ നാം അവന് നമ്മുടെ മന്ത്രിയായി വാഴിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭൂസ്വത്തുക്കൾ മുഴുവൻ നാം കരം തീരുവയായി നൽകും. നിനക്കറിയാം, ദിവസങ്ങൾക്കകം ടിപ്പുവിന്റെ പട നമ്മുടെ അതിർത്തിയിലെത്തും. അവർ നമ്മുടെ രാജ്യം പിടിച്ചടക്കും, നമ്മൾ തടങ്കലിലാക്കും, കൊല്ലും. നീ വിചാരിച്ചാൽ മാത്രം നിന്റെ രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കാം. രാജാവ്, പ്രജകളുടെ മാനം കാക്കേണ്ട രാജാവ്, സ്ത്രീത്വം വിറ്റ് ജീവൻ രക്ഷിക്കാൻ പ്രജയോട് കേഴുന്നു. ദേ നോക്ക്, എന്റെ ഭർത്താവ് കാര്യം അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയാലോ. അവൻ നമ്മുടെ സേവകനാണ്. നീ നാം പറയുന്നത് അനുസരിച്ചാൽ. Oh, come on. രാജനിന്ദ കാണിക്കുന്നത്. നിഷ്കരുണ ഇന്ദുമതിയുടെ തല അരിഞ്ഞെങ്കിലും അവളുടെ ഭർത്താവ് ചന്ദ്രചൂഡൻ ചില്ലറക്കാരനല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. സാമൂതിരി കോലത്തുനിന്ന് തിരിച്ചു വരുന്ന ചന്ദ്രചൂഡൻ തന്റെ ഭാര്യ കൊല ചെയ്യപ്പെട്ട വാർത്ത അറിഞ്ഞാൽ മാനവേദവർമ്മയും ബ്രിട്ടീഷ് പ്രഭുവും അവന്റെ വാൾത്തലപ്പിന്റെ മൂർച്ചേറിയും. അതുകൊണ്ട് ഇനി ചെവി അറിയാതെ ഇന്ദുമതിയുടെ ജഡം കൊല ചെയ്യപ്പെട്ട അതേ അറയിൽ ഒഴിച്ചുകൂടാൻ തീരുമാനിച്ചു. ഈ അശരീരത്തെ കൂടി എടുത്ത പെട്ടിയിലേക്ക്. ചന്ദ്രചൂഡനെ ഒളിഞ്ഞിരുന്ന് വെടിവെച്ച് വീഴ്ത്താൻ ബ്രിട്ടീഷ് പ്രഭുവിന്റെ തോക്ക് തന്നെ ഉപയോഗിച്ചു. എല്ലാ മരണനക്ഷത്രങ്ങളും പുനർജനി രേഖയിൽ സന്ധിക്കാറില്ല.
അതുകൊണ്ട് ചന്ദ്രചൂഡൻ ഒരു പ്രതികാരദാഹിയായ ആത്മാവായില്ല. പക്ഷെ മഹേന്ദ്ര, 4-ാം പിറന്നാളിൻ്റെ അന്ന് കാർത്തിക നാളിൽ പച്ചജീവനോടെ മണ്ണിനടി കുഴിച്ചിട്ട് കൊന്ന കുഞ്ഞിന്റെ ആത്മാവ് തന്നെ കൊണ്ടേ പോകും. പ്രതിവിധി ഒന്നും കാണുന്നില്ല.